9C പ്രധാന വാർത്തകൾ. ഗൗരിയമ്മ UDFിൽ തന്നെ JSSന് 4 സീറ്റ്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി അപേക്ഷകരുടെ എണ്ണം 38 ലക്ഷം കവിഞ്ഞു. സർക്കാർ വാഹനങ്ങളിൽ ഇനി വകുപ്പിന്റെ പേര് മാത്രം. കൊച്ചിയിൽ ആഡംബരക്കാരിൽ ലഹരിമരുന്ന് വിൽപ്പന, 2 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. UDF സീറ്റ് വിഭജന ചർച്ചകൾ തുടരുമ്പോൾ ഗൗരിയമ്മ കോൺഗ്രസ് നിലപാടുകൾക്ക് വഴങ്ങുന്നു. 5 സീറ്റ് വേണമെന്ന JSSന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയതോടെയാണിത്. എന്നാൽ കൊടുങ്ങല്ലൂർ തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് JSSന്റെ അമരക്കാരി. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി അപേക്ഷകരുടെ എണ്ണം 38 ലക്ഷം കവിഞ്ഞു. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിക്ക് രാജ്യത്ത് മികച്ച പ്രതികരണം. ആരംഭിച്ച് 2 മാസത്തിനകം 38.33 ലക്ഷം ഉപഭോക്താക്കൾ അപേക്ഷ നൽകി കഴിഞ്ഞു. MNP സംവിധാനം ആദ്യം നിലവിൽ വന്ന ഹരിയാനയിൽ 3.25 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത്. എന്നാൽ കേരളത്തിൽ അപേക്ഷ നൽകിയവരുടെ എണ്ണം വെറും 1.25 ലക്ഷം മാത്രമാണ്. സർക്കാർ വാഹനങ്ങളിൽ ഇനി വകുപ്പിന്റെ പേര് മാത്രമേ ഉപയോഗിക്കൂ എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. കേരള, സ്റ്റേറ്റ്, ഗവൺമെന്റ് ഓഫ് കേരള തുടങ്ങിയ ബോർഡുകൾ മന്ത്രിമാർക്കോ തത്തുല്യ പദവിയിലുള്ളവർക്കോ മാത്രമേ ഉപയോഗിക്കാൻ അർഹതയുള്ളൂ. ചുവന്ന പശ്ചാത്തലത്തിൽ വെളുത്ത അക്ഷരത്തിലാണ് വകുപ്പിന്റെ പേര് എഴുതേണ്ടത്. തസ്തികയുടെ പേര് വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. കൊച്ചിയിൽ ആഡംബരക്കാരിൽ സഞ്ചരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയ 2 പേർ പിടിയിലായി. ആലുവ സ്വദേശി അബ്ദുൽ കരീം, മട്ടാഞ്ചേരി സ്വദേശി ഹുസൈൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഷാഡോ പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് ഇരുവരെയും പിടികൂടിയത്. 1100 ആംപ്യൂളുകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൗരിയമ്മ UDFിൽ തന്നെ JSSന് 4 സീറ്റ്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി അപേക്ഷകരുടെ എണ്ണം 38 ലക്ഷം കവിഞ്ഞു. സർക്കാർ വാഹനങ്ങളിൽ ഇനി വകുപ്പിന്റെ പേര് മാത്രം. കൊച്ചിയിൽ ആഡംബരക്കാരിൽ ലഹരിമരുന്ന് വിൽപ്പന, 2 പേർ പിടിയിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.